എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ എന്നാൽ ചെറുതല്ലാതെ ഒരു വലിയ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ വർഷമൊക്കെ അല്ലേ, നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണ്ടേ, മനസ്സൊക്കെ കുറച്ചുകൂടി സുന്ദരമാക്കണ്ടേ. സാധാരണ എല്ലാവരും പറയാറുള്ളത് നല്ല ധൈര്യമൊക്കെ വേണം ജീവിതത്തിൽ എന്നാണ്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടാൻ കുറച്ച് ധൈര്യമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഈ ധൈര്യം എന്ന് പറയുന്ന സാധനം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അല്ലേ. ആ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് അനാവശ്യ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളതും എക്കാലവും നിങ്ങൾ ഓർമ്മിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അനാവശ്യ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ളതും ഈ അനാവശ്യ ചിന്തകൾ തന്നെയാണ്. ഓർക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല അനുഭവങ്ങളും നമുക്കുണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ എപ്പോഴൊക്കെയോ സംഭവിച്ച നഷ്ടങ്ങളെയോ സങ്കടങ്ങളെയോ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഓർക്കാറുള്ളത്. അതുതന്നെയാണ് നമ്മുടെ പല പരാജയങ്ങളുടെയും പല തകർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ പാടില്ല. അത് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. ഒരു പുതിയ വർഷത്തിൻ്റെ ലക്ഷ്യം അതാവട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തെ പകുതി വിജയിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവും. നമ്മുടെ മനസ്സിന് ഒരു കുഴപ്പമുണ്ട്. മനസ്സെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനാണ് താല്പര്യപ്പെടാറുള്ളത്. അതിനെയാണ് നമ്മൾ മറികടക്കാൻ പഠിക്കേണ്ടതും. നമ്മളൊരു ബിസിനസ് ചെയ്തു, പരാജയപ്പെട്ടു, പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. നമ്മളൊരു പരീക്ഷ എഴുതി പരാജയപ്പെട്ടു, അപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ടു, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് വഴക്കിട്ടു, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി വഴക്കിട്ടു, പിന്നീട് ആ വഴക്കിനെ കുറിച്ച് മാത്രമാണ് ആ ദിവസം മുഴുവൻ നമ്മൾ ചിന്തിക്കാറുള്ളത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും. അസ്വസ്ഥമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിലെ സ്വാധീനിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ പരാജയപ്പെടും എന്നുള്ളതും, രണ്ട് നമ്മൾ എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന കണക്ട് ചെയ്യുന്ന ചില ഇടങ്ങളില്ലേ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ മക്കൾ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താണ്, മനസ്സ് അസ്വസ്ഥമായത് കൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം മനസ്സ് അസ്വസ്ഥമാണ്. ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. മറ്റ് ബന്ധുക്കളുടെ കാര്യത്തിൽ, പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായാൽ ഉണ്ടാകും. അതിനടിസ്ഥാനം അനാവശ്യ ചിന്തകൾ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ മറികടക്കാൻ പഠിക്കേണ്ടത്. ചെറിയ ഒരു കാര്യമാണ്, പക്ഷേ ജീവിതത്തിൽ നമ്മളത് പാലിക്കേണ്ടതുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും ഏത് സങ്കടങ്ങൾക്കും ഇടയിൽ മനസ്സിനെ ശാന്തമായി നിലനിർത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഈ ഒരു പുതിയ വർഷം ഇത് നിങ്ങളുടെ ലക്ഷ്യമാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനാവട്ടെ. ജീവിതത്തിൽ ഓർക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ആളുകളാണ് നമ്മളൊക്കെ. ആ നല്ല ഓർമ്മകളെ ഓർത്ത് നിങ്ങൾക്ക് സന്തോഷിക്കുവാനും അതുപോലെ തന്നെ പ്രതീക്ഷയോടെ ജീവിതത്തെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അതിന് കഴിയുമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എങ്ങനെ ധൈര്യമുള്ള ഒരു വ്യക്തിയാവാം, അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ്, അമിതമായ ചിന്ത എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതിനെങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുമാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണാമെന്ന ഉറപ്പോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.